ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞങ്ങൾ കഴിഞ്ഞ സൺഡേ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ അർജുൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അവന് 1-2 ഐറ്റംസ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിലൊന്ന് സബ്വേയിൽ പോകണമെന്നായിരുന്നു. അപ്പോൾ സബ്വേയിൽ പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ എറണാകുളത്ത് ലുലു മാളിൽ ആ ഭാഗത്തൊക്കെ പോകണം, അല്ലെങ്കിൽ പിന്നെ എറണാകുളത്ത് പോയപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ വിചാരിച്ചു തൃശ്ശൂർ പോകാമെന്ന്. അപ്പോൾ തൃശ്ശൂരുള്ളത് പിന്നെ ഒന്ന് ഹൈലൈറ്റ് മോളിലുണ്ട്, അതുപോലെ തന്നെ ശോഭ സിറ്റി മോളിലുണ്ട്. അങ്ങനെ ഹൈലൈറ്റ് മോളിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, പാർക്കിങ്ങിന് പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും തിരക്കായിരുന്നു. ഒന്നാമത് സൺഡേ, പിന്നെ തൃശ്ശൂർ എവിടേക്കോ പെരുന്നാളുകളുണ്ടായിരുന്നു അന്ന്. പിന്നെ അല്ല, നല്ല തിരക്ക്. പിന്നെ അവരോട് എവിടെയാണ് പാർക്കിങ്ങിന് എവിടെയാണ് പറ്റാന്ന് ചോദിച്ചപ്പോൾ 200 മീറ്റർ നീങ്ങിയിട്ടൊരു അമ്പലമുണ്ട്, ആ ഗ്രൗണ്ടിൽ, അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് വന്ന് ഹൈലൈറ്റ് മാളിൽ കയറി പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതും താങ്ങി പിടിച്ച് അങ്ങോട്ട് പിന്നെ പോകണ്ടേ. അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് പിന്നത്തെ ഓപ്ഷനായിരുന്നു ശോഭ സിറ്റി മോൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ സബ്വേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ശോഭ സിറ്റി മോളിലേക്കായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് മാളിൽ പ്രത്യേകിച്ച് ഒരു ഷോപ്സുകളൊന്നും ഒരുപാടൊന്നും തുറന്നിട്ടൊന്നുമില്ല. ആകെ ഈ ഫുഡ് കോർട്ടും പിന്നെ ലുലു ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. വേറെ 1-2 കുറച്ച് അധികം ഷോപ്സുകളൊന്നും തുറന്നിട്ടില്ല. ഇനി മാർച്ചൊക്കെ ആകുമ്പോഴായിരിക്കും എല്ലാ ഷോപ്സും തുറക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഞങ്ങളപ്പോൾ നേരെ ശോഭ സിറ്റി മോളിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി, നല്ല തിരക്കായിരുന്നു. ഇവിടെ ശോഭ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. ഹൈലൈറ്റ് മാളിൽ പോയത്, പക്ഷെ അവിടെ ഭയങ്കര തിരക്ക്. ഇവിടെയും നല്ല തിരക്കാട്ടോ. അതെ, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്ക്. പല സ്ഥലം ഹൈലൈറ്റ് മാളിൽ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല, അതുപോലെ. അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ ശോഭ സിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല നല്ല തിരക്കാണ്, ഫുൾ കാണിച്ചു തരാം. അറിഞ്ഞേ ഗ്ലാസ് വെച്ചിട്ട് അർണവൻ. അതാ ആക്ച്വലി ഞങ്ങൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അർജുന് സബ്വേയിൽ പോകണമെന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് വൈ. ഇന്നത്തെ വീഡിയോ നമ്മൾ തൃശ്ശൂർക്ക് വന്നിട്ടുള്ള വീഡിയോ ഇതാണേ. ജസ്റ്റ് വാച്ച് ഇറ്റ്. കണ്ട ഗൈസ്, നല്ല തിരക്കാം. ഫുൾ വണ്ടി ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ക്രിസ്മസിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ് എപ്പോഴും. കുട്ടാപ്പൂ കുട്ടാപ്പൂ കുട്ടാപ്പൂ. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. കയ്യത്തൂടെ ഗൈസ്, അപ്പം ഞാൻ ഓർഡർ ചെയ്തെന്ന് തൊട്ടാ ആലു ചീസ് പറാത്തയും മാംഗോ ലസ്സിയും. നീ എന്താ ഓർഡർ ചെയ്തേ? ടിക്കയോ? ചീസി ചിക്കൻ ടിക്ക. അപ്പോൾ ഇതെന്താ റോസ്റ്റ് ഗാർലിക്കോ? കോക്ക് ഉണ്ടാ? കോക്ക്. പനുവിന് എന്തുട്ടാ? 30 സെന്റിമീറ്റർ. അങ്ങനെ സബ്വേ ആഗ്രഹം തീർന്നില്ലേ? അവിടുന്ന് പറ്റില്ല. കപ്പ അങ്ങനെ മേടിക്കാൻ. അങ്ങനെ കപ്പ ഞാൻ ചോദിച്ചു. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഓർമ്മയില്ലേ ഞങ്ങൾ ഡൽഹി പോയപ്പോൾ സബ്വേയിൽ പോയി. നിങ്ങൾ സബ്വേയാണ് പറയാറുള്ളത്. ആ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ടേസ്റ്റ് ഇഷ്ടമായാ? Arno, how is it? നല്ലതാണ്.
മധുരമല്ല മിക്സ് ഉണ്ട് ഇഷ്ടംപോലെ വെജിറ്റബിൾസും മധുരം അച്ഛനോയ് ഓക്കെ എടുത്തു എങ്ങനെയുണ്ട് ദാദാ ചിക്കൻ അല്ലേ ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആലു പറാത്ത കേട് പിക്കിള് ഇത് മാംഗോ ലസ്സിയാണ് കേട്ടോ ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ആലു പറാത്തല്ല ആലു ചീസ് പറാത്തയാണ് നോർമൽ നമ്മുടെ വീട്ടിലുണ്ടാക്കണ പോലെ ഇത് കേട് കൂട്ടി കഴിച്ചോ കേടെന്ന് കേട്ടോ വളരെ വ്യത്യാസം അടിപൊളി ഞാൻ സ്പെഷ്യൽ അതേ അമ്മയാണോ രസണം Welcome to virtual reality world. എങ്ങനെയുണ്ട് പൊട്ടാപ്പു എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അർജുൻ്റെ ആഗ്രഹം സബ്വേയിൽ പോകണം എന്നുള്ളത് നടന്നു സഹായിച്ചു കൊടുത്തു അത് നമുക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള ആഗ്രഹങ്ങൾ അതായത് ഇപ്പോൾ നമുക്ക് പറ്റുന്നത് നമ്മൾ നടത്തി കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെ അവനത് സന്തോഷമായി പിന്നെ പ്രത്യേകിച്ച് അർജുൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൻ ഹോസ്റ്റലിലല്ലേ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ വെക്കേഷന് വരുമ്പോഴല്ലേ അവന് പുറത്തേക്ക് പോകാനും അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അവന് ഹാപ്പിയായി അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് കമൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ